നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫൈബ്രോയിഡ്സ് കാരണം കൊണ്ട് മിസ്ഡ് പീരിയഡ്സ് അല്ലെങ്കിൽ ഇറഗുലർ പീരിയഡ്സ് പെയിൻ, ഫെർട്ടിലിറ്റി ഇഷ്യൂസ്, ബേബീസ് ഉണ്ടാവാതിരിക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് അതിന് പറ്റിയ എക്സസൈസസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ എക്സസൈസസ് ചെയ്തിട്ട് ബേബീസ് ഉണ്ടായിട്ടുള്ള എത്രയോ പേരുണ്ട്. നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം അല്ലേ? അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നത്തിന് നമ്മുടെ ചാനലിൻ്റെ വർക്കൗട്ട്സ് ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ, ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഇന്നത്തെ കമൻ്റായിട്ട് ഇട്ടേക്കണം കേട്ടോ. ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിനെപ്പറ്റി നമ്മളോട് എൻക്വയർ ചെയ്യാറുണ്ട്. അപ്പോൾ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഉള്ളവർക്ക് ഒരു സൊല്യൂഷൻ, എക്സസൈസ് ചെയ്താൽ അത് കുറയുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പലർക്കും വലിയ ഗ്രോത്ത് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും സർജറിയാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുക. പക്ഷേ ചെറിയ ഗ്രോത്താണ്, അതിൽ കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 2-3 പീരിയഡ്സ് കഴിയുന്ന സമയത്ത് അത് നോർമൽ ആവും എന്നൊക്കെ ഡോക്ടർ പറയും. ചെറിയ ഗ്രോത്താണ്, നിങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയെന്ന്. അങ്ങനെയുള്ളവർക്കുള്ളൊരു സൊല്യൂഷനാണ് ഇന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ട്രസ്റ്റ് ചെയ്യുക, നല്ലപോലെ പ്രാർത്ഥിക്കുക, എന്നിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സൊല്യൂഷൻ, ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഉണ്ടാവും. ഇതുണ്ടാവാനുള്ള റീസൺ ഒന്ന് ഹോർമോൺ ഇംബാലൻസസ് ആണ്, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, അതായത് ജനറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ ഒരുപാട് പേർക്ക് ഈ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഈ ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടാവണമെങ്കിൽ അതിന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പെർഫെക്റ്റ് ആക്കി വയ്ക്കുക, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റ് ആക്കി വയ്ക്കുക, നിങ്ങൾ ബോഡിക്ക് കുറച്ച് മൂവ്മെൻറ്റ് കൊടുക്കുക, തുടങ്ങിയ കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വീഡിയോയുടെ ഫ്രണ്ടിലും ഇങ്ങനെ ഒരു കുട്ടി എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു അറിവുണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ്. ചിലവർ പറയും ആദ്യത്തെ 5 മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടാൽ മതിയെന്ന്. ബുദ്ധിയുള്ള മനുഷ്യരത് ചെയ്യില്ല. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് വേറെയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് സെറ്റാണ്. ഫൈബ്രോയിഡ്സ് ഉള്ളവർക്ക്, മിസ്ഡ് പീരിയഡ്സ് ഉള്ളവർക്ക്, പീരിയഡ്സിൻ്റെ സമയത്ത് ഭയങ്കര പെയിൻ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്തതുകൊണ്ട് പീരിയഡ്സ് പെയിൻ മാറിയിട്ടുള്ള എത്രയോ പേരുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് മറുപടി ആയിട്ട് ഇടണം. ഒത്തിരി പേർക്ക് നിങ്ങൾ ആ ചെയ്യുന്നത് വലിയൊരു ഉപകാരമായിരിക്കും. ഒത്തിരി പേരത് ഫോളോ ചെയ്തിട്ട് അവരുടെ പെയിൻ മാറ്റിയെടുക്കും. പീരിയഡ് പെയിൻ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോ പ്ലീസ് ഡു. ആദ്യത്തെ വർക്കൗട്ട് വളരെ സിമ്പിളാണ്. ഒത്തിരി കാലം ഉയർത്തിയിട്ട് അഭ്യാസം ഒന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു സെറ്റ് വളരെ സിമ്പിളാണ്. 10 മിനിറ്റ് കൊണ്ട് തീരും. നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ കൂടെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്. എക്സസൈസ് കഴിഞ്ഞു. അതേപോലെ തന്നെ കാലുകൾക്ക് ആക്ഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന അടുത്ത വർക്കൗട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26
27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Relax. There is a correlation between uterine fibroids and belly fat. So belly fat കുറയ്ക്കുക, belly fat ഭയങ്കരമായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടും കുറയുന്നില്ലെങ്കിൽ യുട്രൈൻ ഫൈബ്രോയിഡ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ശരി. അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം. നല്ലോണം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അടുത്തത് കിടന്നുകൊണ്ട് ചെയ്യുന്ന വർക്കൗട്ടാണ്. ജസ്റ്റ് കാലിങ്ങനെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇങ്ങനെ കാലുകൾ ഉയർത്തുക. ഇതുപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒരു 5 തവണ നോക്കി വയ്ക്കുക കേട്ടോ. അത് വെറുതെ ചെയ്യുന്നതാണ്. ബട്ട് ഇനി കൈയിൻ്റെ സഹായം ഇല്ലാതെ നമ്മൾ കാലുകൾ താത്തിക്കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കൈകളെ വെറുതെ വിട്ടേക്കുക. കാലുകൾക്ക് മാത്രമാണ് ഇനി നമ്മൾ ആക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കുക. ബെല്ലി ഫാറ്റ് കുറയ്ക്കുക. റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഫുഡിൽ ജങ്ക് ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ ചെയ്തു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. അടുത്ത എക്സസൈസ്. ഇനി എക്സസൈസസ് നമുക്ക് വളരെ വേഗം ചെയ്തു പോവാം. ഓക്കെ, യെസ്. അടുത്ത എക്സസൈസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. ഇത് ചെയ്യുന്നവർക്ക് ഒരു സർജറി ഒഴിവാക്കിയെടുക്കാം. ഓക്കെ, നിങ്ങളതിനെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുവാണ്. അങ്ങനെയൊക്കെ ഇഷ്യൂസ് എനിക്കുണ്ട്. ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ട്. യെസ്, അതൊക്കെ ശരിയുണ്ട്. ഞാൻ പക്ഷേ അതിനൊന്നും മൈൻഡ് ചെയ്യില്ല എന്ന് കരുതുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല സർജറി ഫേസ് ചെയ്യേണ്ടി വരും. സോ ടേക്ക് കെയർ ഗൈസ്. ഓക്കെ, അടുത്തത് 1. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. കാലുകൾ നല്ലപോലെ കൂട്ടുക. 2, 3,
4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10. അടുത്ത എക്സസൈസ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. റിലാക്സ്. അടുത്തതൊരു സിമ്പിൾ എക്സസൈസാണ്. കാലുകൾ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുക. കൈ ബാക്കിലോട്ട് വയ്ക്കുക. കൈ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് കാലുകൾ നന്നായിട്ട് ഓപ്പൺ ചെയ്യുക. ദെൻ കൈ ബാക്കിലോട്ട് പോകുമ്പോൾ കാലുകൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, ശരി. സ്ലോലി ചെയ്താൽ മതി കേട്ടോ. അത് അപ്പർ ബെല്ലിക്ക് നല്ലതാണ്. എൻ്റെ അതോടൊപ്പം ദേ ലോവർ പോർഷൻ ഇങ്ങനൊരു ആക്ഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, 1 2 ക്ലോസ്, 3 ക്ലോസ്, 4 ക്ലോസ്, 5 ക്ലോസ്, 6 ക്ലോസ്, 7 ക്ലോസ്, 8 ക്ലോസ്, 9 ക്ലോസ്, 10 ക്ലോസ്, 11 12 13 14 15 16 superb, 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 10 9 8 7 6 5 4 3 2 1. റിലാക്സ്. ഇനി ശ്രദ്ധിക്കാൻ, ഞാൻ ആ ചെടിച്ചട്ടി എടുത്ത് താഴോട്ട് വയ്ക്കും. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ടാണ് വർക്കൗട്ട്. അതെന്തിനാണ് അത് വെക്കുന്നത്? അത് മിഡിലിൽ വെക്കുക. 2 കാലുകൾ 2 സൈഡിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. യെസ്, 1 കണ്ടോ, 2 നിർത്തിയേക്കണം, നിവർത്തിയേക്കണം, 3 4 5 6 7 8
9, 10, 11, 12, 13, 14, 15 രാവിലെയും വൈകുന്നേരം ചെയ്യണം. 16, 17 നല്ല റിസൾട്ട് ഉണ്ടാവും, ഉറപ്പാണ്. 18, 19, 20 വർക്കൗട്ട് ചെയ്യുകയല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇല്ല. 21, 22, 23, 24 മെഡിസിൻ പോലും ഡോക്ടർ തരില്ല. 25, 26, 27, 28, 29 ആനിവേഴ്സറി ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. 30, 31, 32, 33, 34, 35, 36 ബ്യൂട്ടിഫുൾ എക്സസൈസ്. 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചെറിയ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ആണ്. അത് നല്ല പീരിയഡ് പെയിൻ ഉണ്ടാക്കുന്നുണ്ട്, നല്ല അബ്ഡോമിനൽ ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പീരിയഡ്സ് ഇറഗുലാരിറ്റീസ് ഉണ്ട്, മിസ്സിങ് പീരിയഡ്സ് ഉണ്ട്, കുറേ മാസമായിട്ട് പീരിയഡ്സ് കാണാനില്ല. ഡു ഇറ്റ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. 101% റിസൾട്ട് ഉണ്ടാവും. ഇതുകൊണ്ടുണ്ടാവുന്ന ഫെർട്ടിലിറ്റി ഇഷ്യൂസിനും ഒരു പരിധിവരെ ഇങ്ങനത്തെ എക്സസൈസസ് ബെനിഫിറ്റ് ചെയ്യുമെന്ന് നമ്മുടെ ചാനലിൽ തന്നെ എത്രയോ പേര് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്ത് ദയവ് ചെയ്ത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കല്ല, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ താങ്ക് യു. പ്രൈവറ്റ് ക്ലാസ്സിനെ കുറിച്ച് എന്താണ് പറയാത്തതെന്ന് ചോദിച്ചാൽ, പ്രൈവറ്റ് ക്ലാസ് ഇനി റീസ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 20th അതുവരെയുള്ള ക്ലയൻറ്റ്സ് ഫില്ലായിരിക്കുന്നു. താങ്ക് യു ഫോർ ദാറ്റ് ഓൾസോ. എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് എല്ലാവർക്കും കിട്ടിപ്പിടിച്ചുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ താങ്ക് യു. ലവ് യു. ബൈ.